ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്ക് ഈസി ആയിട്ടൊരു കോവയ്ക്കാത്തോരൻ റെസിപ്പിയാണ്. കോവയ്ക്ക നല്ലപോലെ കഴുകിയെടുക്കുക. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു സവോളയും 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റി വെക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയിലോട്ട് നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിയിലോട്ട് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിരകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ ഇളക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ അതെല്ലാം കൂടെ നമ്മുടെ കോവയ്ക്കയിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനലിൽ വളരെ ഈസി ആയിട്ട് സിമ്പിൾ റെസിപ്പീസ് ആയിരിക്കും കൂടുതലും. ഇത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും ന്യൂ ബിഗിനേഴ്സിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ അമീസ് റെസിപ്പീസ് ഫോളോ ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ നമ്മുടെ കമൻസിലൂടെയും എന്നെ അറിയിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ന്യൂ റെസിപ്പീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ സജഷൻസ് നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങളിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മണവും രുചിയും ഒന്നുകൂടി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിലും ട്രൈ ചെയ്യാം. ഇന്നത്തെ കോവയ്ക്കാത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.